നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ വിഷ്ണു സഹസ്രനാമത്തിന്റെ ആറാമത്തെ ക്ലാസ് ആണ്. നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കവച മന്ത്രങ്ങൾ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തേത് നമുക്ക് നോക്കാം. ഓം അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷിഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീ മഹാവിഷ്ണുഃ പരമാത്മാ ശ്രീമന്നാരായണോ ദേവതാ അമൃതാംശോദ്ഭവോ ഭാനുരിതി ബീജം ദേവകീ നന്ദന സൃഷ്ടേതി ശക്തിഃ ഉദ്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രഃ ശംഖഭൃന്നന്ദകീ ചക്രീതി കീലകം ശാർംഗധന്വാഗദാധര ഇത്യസ്ത്രം രഥാംഗപാണിരക്ഷോഭ്യ ഇതി നേത്രം ത്രിസാമാസാമകഃ സാമേതി കവചം ആനന്ദം പരബ്രഹ്മേതി യോനിഃ ഋതുഃ സുദർശനഃ കാല ഇതി ദിഗ്ബന്ധഃ ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം. ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സമസ്ത പാപക്ഷയാർത്ഥേ സഹസ്രനാമ ജപേ വിനിയോഗഃ. നമുക്കിതിന്റെ പദങ്ങളൊന്ന് പിരിച്ചു നോക്കാം. അസ്യ ശ്രീ വിഷ്ണോഃ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷിഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമന്നാരായണോ ദേവതാ അമൃതാം ശോദ്ഭവോ ഭാനുഃ ഇതി ബീജം ദേവകീ നന്ദനഃ സൃഷ്ടഃ ഇതി ശക്തിഃ ഉദ്ഭവഃ ക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രഃ ശംഖഭൃത് നന്ദകീ പിരിക്കുമ്പോൾ ശംഖഭൃത് നന്ദകീ നമ്മൾ ചേർത്ത് ചൊല്ലുമ്പോൾ ശംഖഭൃത് നന്ദകീ ചക്രീതി ചക്രി പ്ലസ് ഇതി ചക്രീതി കീലകം ശാർംഗധന്വാ ഗദാധര ഇതി അസ്ത്രം രഥാംഗപാണി രക്ഷോഭ്യ ഇതി നേത്രം ത്രിസാമാ സാമഗഃ സാമ ഇതി കവചം ആനന്ദം ആനന്ദം പരബ്രഹ്മ ഇതി പരബ്രഹ്മ ഇതി യോനിഃ ഋതുഃ സുദർശനഃ കാല ഇതി ദിഗ്ബന്ധഃ ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം. ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സമസ്ത പാപക്ഷയാർത്ഥേ സഹസ്രനാമ ജപേ വിനിയോഗഃ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇതിന്റെ ഋഷി ആരാണ്, ഛന്ദസ് ഏതാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതൊന്നുകൂടി ഇവിടെ പറയുന്നു. ദിവ്യമായ ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ ഋഷി ഭഗവാൻ വേദവ്യാസനാണ്. അനുഷ്ഠുപ് ഛന്ദസാണ് ഇതിന്റെ വൃത്തം. പരമാത്മാവും നാരായണനുമായ മഹാവിഷ്ണുവാണ് ദേവത. അമൃതാംശോദ്ഭവ എന്ന നാമമാണ് ബീജം. ദേവകീ നന്ദന എന്ന നാമമാണ് ശക്തി. സൃഷ്ടിയിലുള്ള ക്ഷോഭണ അല്ലെങ്കിൽ പരബ്രഹ്മമാണ്
പരമമായ മന്ത്രം. ശംഖ്, ചക്രം, ഗദ എന്നിവ ധരിച്ച ദേവനാണ് കീലകം. ശാർങ്കം എന്ന വില്ല് കയ്യിൽ ധരിച്ച ഗദാപാണിയായ വിഷ്ണു ഭഗവാൻ ആണ് അസ്ത്രം. സുദർശന ചക്രം കയ്യിലേന്തി ഇരിക്കുന്ന പാർത്ഥസാരഥിയാണ് നേത്രം. 3 സാമഗാനങ്ങളാണ് രക്ഷാകവചം. ആനന്ദരൂപിയായ പരബ്രഹ്മമാണ് യോനി. ഋതുരൂപിയും സുദർശനനും കാലരൂപിയുമായ മഹാവിഷ്ണുവാണ് ദിഗ്ബന്ധം. വിശ്വരൂപിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് സകലതും എന്ന് ധ്യാനിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സകല പാപങ്ങളും മാറി ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ സഹസ്രനാമം ജപിക്കുന്നത്. നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. ഓം അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷിഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമന്നാരായണോ ദേവതാ അമൃതാംശോദ്ഭവോ ഭാനുരിതി ബീജം ദേവകീ നന്ദന സൃഷ്ടേതി ശക്തി ഉദ്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രഃ ശംഖപൃന്നന്ദകീ ചക്രീതി കീലകം ശാർംഗധന്വാഗദാധര ഇത്യസ്ത്രം രഥാംഗപാണിരക്ഷോഭ്യ ഇതി നേത്രം ത്രിസാമാസാമഗസാമേതി കവചം ആനന്ദം പരബ്രഹ്മേതി യോനിഃ ഋതുസുദർശനകാല ഇതി ദിഗ്ബന്ധഃ ശ്രീവിശ്വരൂപ ഇതി ധ്യാനം ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സമസ്ത പാപക്ഷയാർത്ഥേ സഹസ്രനാമ ജപേ വിനിയോഗഃ. അടുത്തത് ധ്യാന ശ്ലോകമാണ്. നമുക്ക് നോക്കാം. ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണി വിലസത് സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്ഥസ്ഫടികമണിനിഭൈർമൗക്തികൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈഃ ആനന്ദേനഃ പുനീയാദരി നളിനഗദാശംഖപാണിർമുകുന്ദ. ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണി വിലസത് സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്ഥസ്ഫടികമണിനിഭൈർമൗക്തികൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈഃ ആനന്ദേനഃ പുനീയാദരി നളിനഗദാശംഖപാണിർമുകുന്ദ. നമുക്കിതിന്റെ പദങ്ങളൊന്ന് പിരിച്ചു നോക്കാം. ക്ഷീരോദന്വത് പ്രദേശേ ശുചി മണി വിലസത് സൈകതേ മൗക്തികാനാം മാലാ ക്ലുപ്ത ആസനസ്ഥ. മാലാ ക്ലുപ്താസനസ്ഥ. മാലാ ക്ലുപ്ത ആസനസ്ഥഃ സ്ഫടികമണി നിഭൈഃ മൗക്തികൈഃ മണ്ഡിത അംഗഃ. സ്ഫടികമണിനിഭൈർമൗക്തികൈർമണ്ഡിതാംഗഃ. സ്ഫടികമണിനിഭൈഃ മൗക്തികൈഃ മണ്ഡിത അംഗഃ. ശുഭ്രൈഃ അഭ്രൈഃ അദഭ്രൈഃ. ശുഭ്രൈഃ അഭ്രൈഃ അദഭ്രൈഃ. ശുഭ്രൈരഭ്രൈരദഭ്രൈഃ. ഉപരി വിരചിതൈഃ മുക്തഃ പീയൂഷ വർഷൈഃ ആനന്ദീ നഃ. ആനന്ദീ നഃ പുനീയാത്. ആനന്ദീ നഫ്. അന്ന കഴിഞ്ഞ് വിസർഗം വന്നു. വിസർഗം കഴിഞ്ഞിട്ട് പായാണ് വന്നിരിക്കുന്നത്. വിസർഗം കഴിഞ്ഞ് പാ വരുന്ന സമയത്ത് നമ്മളവിടെ എഫ് എന്നൊരു സൗണ്ട് ചേർക്കണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് ആനന്ദീനഫ് പുനീയാദരി നളിന ഗദാ ശംഖ പാണിഹി മുകുന്ദഃ. നമുക്കിന്റെ മീനിങ് ഒന്ന് നോക്കാം. ക്ഷീരോദഃ
എന്നാൽ പാലാഴി അല്ലെങ്കിൽ പാൽക്കടൽ. ക്ഷീരോദന്യോത്പ്രദേശേ, പാലാഴിയുടെ തീരത്ത്. ശുചി, ശുദ്ധി. ശോഭ അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെ പറയാം. ശുദ്ധി, ശോഭ, പ്രകാശം. മണിഹി, മണി എന്നാൽ മുത്ത് അല്ലെങ്കിൽ മാണിക്യം, രത്നം എന്നൊക്കെയാണ് ഇവിടുത്തെ അർത്ഥം വരുന്നത്. വിലസത്, ശോഭിക്കുന്ന. സൈകതം, മണൽത്തിട്ട. മൗക്തികം, മുത്തുമണി. മാലാക്ലുപ്ത, മാലകൾ പതിപ്പിച്ച. ആസന, സിംഹാസനത്തിൽ. സ്ഥഹ, സ്ഥിതി ചെയ്യുന്നവൻ. ആസനസ്ഥഹ, സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന. നിഭഃ, പ്രകാശം. മണ്ഡിതഃ, അലങ്കരിച്ചവൻ, ആഭരണങ്ങൾ അണിഞ്ഞവൻ എന്നർത്ഥം. അംഗം, ശരീരം അല്ലെങ്കിൽ അവയവം. സ്ഫടികം എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന നല്ല ശോഭയോടുകൂടിയ സൂര്യകാന്തി കല്ല്. സ്ഫടികമണി, സ്ഫടികമണി പോലെയുള്ള മുത്ത്. മാണിക്യം, മുത്ത്, മാണിക്യം തുടങ്ങിയവ. ശുഭ്രം, വെളുപ്പ്. അഭ്രം, ആകാശം അല്ലെങ്കിൽ മേഘം. അതഭ്രം എന്നാല് ധാരാളം. അഭ്രം ആകാശം അല്ലെങ്കിൽ മേഘം, അതഭ്രം ധാരാളമായിട്ട്, ഏറ്റവും അധികം. വിരചിതം, ഉണ്ടാക്കിയത്. മുക്തഃ, മോചിപ്പിച്ച, വിട്ടയച്ച. പുനീയാത്, പരിശുദ്ധരാക്കട്ടെ. പുനീയാത്, പരിശുദ്ധമാക്കട്ടെ അല്ലെങ്കിൽ നിമഗ്നരാക്കട്ടെ. നളിനം, താമര. പാണി, കയ്യ്. ഇനി നമുക്കിതിന്റെ മൊത്തത്തിലൊരു സാമാന്യമായ അർത്ഥം എന്താണെന്ന് നോക്കാം. പാൽക്കടലിൻ തീരത്ത്, പാലാഴിയുടെ തീരത്ത്, ശുദ്ധമായ രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന മണൽ പ്രദേശത്ത്, മുത്ത്, മാണിക്യം, രത്നം ഇവകളുടെ കണികകളാൽ പരിശോഭിക്കുന്ന ആ മണൽത്തിട്ടയിൽ അലങ്കൃതമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും, ഈ മുത്തുമണികൾ കൊണ്ട് നിർമ്മിച്ച മാലകൾ പതിപ്പിച്ച ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും, സ്ഫടികമണികൾക്കൊത്ത മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ട ദേഹത്തോടു കൂടിയവനും, ശരീരത്ത് മുഴുവനും ശരീരാംഗങ്ങളിലെല്ലാം വിവിധ രത്നമണികളാൽ തീർത്ത നാനാതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് പ്രഭ ചൊരിയുന്നവനും ആയ, ശുഭ്രമായ മേഘങ്ങൾ വർഷിക്കുന്ന അമൃതവർഷത്താൽ ആനന്ദമനുഭവിക്കുന്നവനും, ഈ വെൺമേഘക്കൂട്ടങ്ങൾക്ക് മുകളിൽ നിന്നും തന്റെ കരവിരുതിനാൽ തീർത്ത അമൃതത്തെ വർഷിച്ച് ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്നവനും, കൈകളിൽ, നാല് തൃക്കൈകളിൽ അല്ലെങ്കിൽ ചതുർബാഹുക്കളിൽ സുദർശന ചക്രം, താമര, ഗദ, ശംഖ് എന്നിവ ധരിച്ചിരിക്കുന്നവനുമായ ആ ഭഗവാൻ മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ആ മഹാവിഷ്ണു നമ്മളെ പരിശുദ്ധരാക്കി തീർക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. 4 തൃക്കൈകളിൽ സുദർശന ചക്രം, താമര, ഗദ, ശംഖ് എന്നിവ ധരിച്ചിരിക്കുന്നതുമായ ആ ഭഗവാൻ മഹാവിഷ്ണു നമ്മളുടെ ജീവിതത്തിലെ ദുഃഖദുരിത സങ്കീർണതകളിൽ നിന്നും മോചിപ്പിച്ച് നമ്മെ പരിശുദ്ധരാക്കട്ടെ എന്നാണ് പറയുന്നത്. നമുക്കൊന്നുകൂടെ ഈ ധ്യാനം ഒന്ന് ചൊല്ലി നോക്കാം. ക്ഷീരോദന്യോത്പ്രദേശേ ശുചിമണി വിലസത് സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്ഥ സ്ഫടികമണിനിഭൈർമൗക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈർ മുക്തപീയൂഷവർഷൈഃ ആനന്ദേനഃ പുനീയാദരി നളിനഗദാശംഖ പാണിർമുകുന്ദ. അടുത്ത ശ്ലോകം നോക്കാം. ഭൂപാദൗ യസ്യ നാഭിർ വിയദസുരനിലശ്ചന്ദ്ര സൂര്യൗ ച നേത്രേ കർണാവാശാശിരോദ്യൗർമുഖമഭി ദഹനോ യസ്യ വാസ്തേയമബ്ധി
അന്തസ്ഥം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈഃ ചിത്രം രമ്യത്തെ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. ഭൂപാദൗ യസ്യ നാഭിർവിയതസുരനിലശ്ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാശിരോദ്യൗർമുഖമഭി ദഹനോ യസ്യ വാസ്തേയമബ്ധി അന്തസ്ഥം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈഃ ചിത്രം രമ്യത്തെ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. നമുക്കിതിന്റെ പദങ്ങളൊന്ന് പിരിച്ചു നോക്കാം. ഭൂഹു പാദൗ യസ്യ നാഭിഃ വിയത് അസുഹു അനില ചന്ദ്ര സൂര്യൗ ച നേത്രേ കർണൗ ആശാ ശിരഃ ദ്യൗ മുഖം അപി ദഹനഃ യസ്യ വാസ്തേയം അബ്ധിഃ അന്തസ്ഥം യസ്യ വിശ്വം സുര നര ഖഗഃ ഭോഗി ഗന്ധർവ ദൈത്യൈഃ ചിത്രം രമ്യത്തെ തം ത്രിഭുവന വപുഷം വിഷ്ണും ഈശം നമാമി. ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. വിയത് ആകാശം, ഭൂപാദൗ യസ്യ നാഭിഃ വിയത് അന്തരീക്ഷം, ആകാശം അല്ലെങ്കിൽ അന്തരീക്ഷം വിയത്. അനില അനിലൻ വായു അല്ലെങ്കിൽ കാറ്റ്. അസുഹു എന്നാൽ പ്രാണൻ. കർണൗ കർണം കാതുകൾ ചെവികൾ. ആശ ദിക്ക്. ദ്യൗ സ്വർഗലോകം. ദഹനഃ എന്നാൽ അഗ്നി ദഹിപ്പിക്കുന്നത്. വാസ്തേയം വാസസ്ഥലം. അബ്ധി സമുദ്രം. വിശ്വം എന്നാൽ ലോകം. സുരഹ സുരൻ എന്നാൽ ദേവന്മാർ. അസുരൻ സുരനും അസുരനും അതാണ് സുരന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. നരഹ നരൻ മനുഷ്യൻ. ഖഗഃ ഖഗ എന്നാൽ പക്ഷി. ഭോഗി എന്നാൽ പാമ്പ്. ദൈത്യഃ അസുരൻ സുരനും അസുരനും. ത്രിഭുവനം ത്രിലോകങ്ങൾ. വപുഷം ശരീരം. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിന്റെ ആ ഒരു വർണ്ണനയാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ഇതിൽ ഈ ഭൂലോകത്തെ ഭഗവാന്റെ പാദങ്ങളായിട്ടാണ് പറയുന്നത്. ഈ ലോകം ഈ ഭൂലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ പാദങ്ങളാണ്. ആകാശം അഥവാ അന്തരീക്ഷം എന്നത് ഭഗവാന്റെ നാഭിയാണ്. വായു അല്ലെങ്കിൽ കാറ്റ് എന്നത് ഭഗവാന്റെ പ്രാണനാണ്. സൂര്യചന്ദ്രന്മാർ സൂര്യനും ചന്ദ്രനും ഭഗവാന്റെ നേത്രങ്ങളാണ്, രണ്ട് കണ്ണുകളുമാണ്. ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനും ആണ്. ഭഗവാന്റെ കാതുകൾ എന്നത് ദിക്കുകളാണ്. രണ്ട് ചെവികൾ അത് ദിക്കുകളാണ്. ഭഗവാന്റെ ശിരസ് എന്നത് സ്വർലോകമായും ഭഗവാന്റെ മുഖം അല്ലെങ്കിൽ വാക്ക് എന്നത് അഗ്നിയായിട്ടുമാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ വാസസ്ഥലം സമുദ്രമാകുന്നു. ദേവന്മാർ, മനുഷ്യർ, പക്ഷിവർഗങ്ങൾ, പാമ്പ് വർഗങ്ങൾ, ഗന്ധർവന്മാർ, അസുരന്മാർ തുടങ്ങി സകല ചരാചരങ്ങളും അടങ്ങിയ ഈ ലോകം ഭഗവാന്റെ ഉള്ളിൽ, അതായത് ഇതിന്റെ ഈ സമ്പൂർണം എന്ന് പറയുന്നത് ഭഗവാന്റെ ഉള്ളിലാണ്, ഉദരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ത്രിലോകങ്ങളും, ഈ ത്രിലോകങ്ങൾ എന്ന് പറയുന്നത് 3 ലോകങ്ങളും ഭഗവാന്റെ ശരീരമാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് യാതൊരാളുടെ കാലുകൾ ഭൂലോകവും, നാഭി ആകാശവും, പ്രാണൻ വായുവും, നേത്രങ്ങൾ
ചന്ദ്രസൂര്യന്മാരും സൂര്യചന്ദ്രന്മാരും, ചെവികൾ ദിക്കുകളും, ശിരസ് സ്വർലോകവും, മുഖം അഗ്നിയും, വാസസ്ഥാനം സമുദ്രവും ആയിരിക്കുന്നുവോ? ദേവന്മാർ, മനുഷ്യർ, പക്ഷികൾ, മൃഗങ്ങൾ, സർപ്പങ്ങൾ, ഗന്ധർവന്മാർ, അസുരന്മാർ എന്നിവരുടെ വിചിത്രങ്ങളായ ലീലകളാൽ രമ്യമാക്കി തീർക്കപ്പെട്ട ഈ വിശ്വം മുഴുവനും യാതൊരാളുടെ അന്തർഭാഗത്ത്, ഉദരത്തിൽ, ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ? ശരീരം 3 ലോകങ്ങളും നിറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ളതായ ആ മഹാവിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. ഭൂപാദൗ യസ്യ നാഭിർവിയദസുരനിലശ്ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാ ശിരോദ്യൗർമുഖമപി ദഹനോ യസ്യ വാസ്തേയമബ്ധി അന്തസ്ഥം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈഃ ചിത്രം രമ്യത്തെ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. അടുത്ത ശ്ലോകം നോക്കാം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനൈയോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനൈയോഗി ഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമുക്കിതിന്റെ പദങ്ങൾ ഒന്ന് പിരിച്ചു നോക്കാം. ശാന്താകാരം, ശാന്തഃ ആകാരം, ശാന്താകാരം, ഭുജഗ ശയനം, പത്മനാഭം, പത്മനാഭം, സുരേശം, വിശ്വാധാരം, വിശ്വഃ ആധാരം, വിശ്വാധാരം, ഗഗനസദൃശം, ഗഗനസദൃശം, മേഘവർണം, ശുഭാംഗം, ശുഭഃ അംഗം, ശുഭാംഗം, ലക്ഷ്മീകാന്തം, കമലനയനം, യോഗി ഹൃദ്ധ്യാനഗമ്യം, യോഗി ഹൃത് ധ്യാനഗമ്യം, യോഗി ഹൃദ്ധ്യാനഗമ്യം, വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം, സർവലോകഃ ഏകനാഥം, ലോകൈകനാഥം, ലോകൈക, ലോക ഏക, ലോകഃ ഏക, അതാണ് ലോകൈക, സർവലോകൈകനാഥം. ഇതിന്റെ സാമാന്യമായ അർത്ഥം നമുക്ക് നോക്കാം. ശാന്തമായ ആകാരത്തോടു കൂടിയവനും സർപ്പത്തിന്മേൽ കിടക്കുന്നവനും നാഭിയിൽ താമരപ്പൂവുള്ളവനും ദേവന്മാരുടെ എല്ലാം ഈശ്വരനും ലോകത്തിനു മുഴുവനും അടിസ്ഥാന കാരണമായവനും ആകാശം പോലെ സർവവ്യാപിയായവനും മേഘത്തിന്റെ നിറത്തോടു കൂടിയവനും മംഗളകരങ്ങളായ അവയവങ്ങളോട് കൂടിയവനും മഹാലക്ഷ്മിയുടെ നാഥനായവനും താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവനും യോഗികളുടെ ധ്യാനനിരതമായ ഹൃദയത്തിൽ എത്തുന്നവനും സംസാര ഭയങ്ങളെ, ഈ ലോകത്തിൻ്റെതായ ഭയങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവനും ഇല്ലാതാക്കുന്നവനും ലോകങ്ങൾക്കെല്ലാം നാഥനും ആയിരിക്കുന്ന ആ വിഷ്ണു ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. നമുക്കൊന്നുകൂടി ആ ശ്ലോകം നോക്കാം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം
വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അടുത്ത ശ്ലോകം നോക്കാം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. ഇനി നമുക്ക് ഇതിന്റെ പദങ്ങളൊന്ന് പിരിച്ചു നോക്കാം. മേഘശ്യാമം പീത കൗശേയ വാസം. മേഘശ്യാമം പീത കൗശേയ വാസം ശ്രീവത്സഃ ശ്രീവത്സഃ അംഗം ശ്രീവത്സാംഗം ശ്രീവത്സഃ അംഗം കൗസ്തുഭോദ്ഭാസിതാംഗം കൗസ്തുഭഃ ഉദ്ഭാസിത അംഗം കൗസ്തുഭഃ ഉദ്ഭാസിത അംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്യഃ ഉപേതം പുണ്യോപേതം പുണ്ടരീക ആയതാക്ഷം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം സർവലോക ഏകനാഥം സർവലോകൈകനാഥം. മേഘത്തിന്റെ ശ്യാമ നിറമുള്ളവനും കാർമേഘം പോലെ ശ്യാമള നിറമുള്ളവനും മഞ്ഞപ്പട്ട് ധരിച്ചവനും ശ്രീവത്സം എന്ന മറുകോട് കൂടിയവനും. ശ്രീവത്സം എന്ന മറുക്, ആ ഒരു അടയാളം, ഭഗവാന്റെ ആ നെഞ്ചത്തുള്ളതായ ഒരു പാട്, ഭൃഗു മഹർഷി ചവിട്ടിയ പാട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളതായ ആ മറുകിന്റെ പേരാണ് ശ്രീവത്സം. ശ്രീവത്സം എന്ന അടയാളത്തോട് കൂടിയവനും കൗസ്തുഭം എന്ന രത്നം, ആ കൗസ്തുഭം കൊണ്ട് പ്രശോഭിക്കുന്ന അംഗമുള്ളവനും പുണ്യം തികഞ്ഞവനും. അപ്പം ഭഗവാന്റെ ആ ശരീരത്ത് കൗസ്തുഭരത്നത്താൽ ശോഭിക്കുന്ന അവയവങ്ങളോട് കൂടിയവനും പുണ്യം തികഞ്ഞവനും, അല്ലെങ്കിൽ പുണ്യന്മാരാൽ ചുറ്റപ്പെട്ടവനും, അങ്ങനെ പുണ്യം നിറഞ്ഞവനും താമര ഇതൾ പോലെ വിശാലമായ കണ്ണുകൾ ഉള്ളവനും സർവലോകങ്ങൾക്കും ഏകനായ നാഥനായിരിക്കുന്നവനും. അപ്പം ആ ഭഗവാനെ വർണ്ണിക്കുന്നതാണ് ഇവിടെ. മേഘത്തിന്റെ ശ്യാമ നിറമുള്ളവനും മഞ്ഞപ്പട്ട് ധരിച്ചവനും ശ്രീവത്സം എന്ന അടയാളത്തോടു കൂടിയവനും കൗസ്തുഭം കൊണ്ട് പ്രശോഭിക്കുന്ന അംഗമുള്ളവനും പുണ്യം തികഞ്ഞവനും താമര ഇതൾ പോലെ വിശാലമായ കണ്ണുകളോട് കൂടിയവനും സർവലോകങ്ങൾക്കും നാഥനായിരിക്കുന്നവനുമായ ആ വിഷ്ണു ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നമുക്കതൊന്ന് ചൊല്ലി നോക്കാം. മേഘശ്യാമം പീത കൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. അടുത്ത ശ്ലോകം നോക്കാം. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം
സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഇതിന്റെ പദങ്ങളൊന്ന് നോക്കാം. സഹ ശംഖ ചക്രം, സശംഖ ചക്രം, സഹ കിരീടകുണ്ടലം, സകിരീടകുണ്ടലം, സപീതവസ്ത്രം, സഹ പീതവസ്ത്രം, സരസീരുഹേക്ഷണം, സരസീരുഹ ഈക്ഷണം, സരസീരുഹേക്ഷണം, സഹാര വക്ഷസ്ഥല ശോഭി കൗസ്തുഭം, സഹാര വക്ഷസ്ഥല ശോഭി കൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഇനി ഇതിന്റെ മീനിങ് ഒന്ന് നോക്കാം. ശംഖ ചക്രങ്ങളോടും, ശംഖ് ചക്രം എന്നിവ ധരിച്ചവനും, കിരീട കുണ്ടലങ്ങളോടും, കിരീടവും കുണ്ടലവും അണിഞ്ഞവനും, പീതവസ്ത്രത്തോടും, മഞ്ഞപ്പട്ട് ധരിച്ചവനും, താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവനും, മുത്തുമാലകളോട് കൂടിയ വക്ഷസിൽ ശോഭിക്കുന്ന കൗസ്തുഭ രത്നത്തോടു കൂടിയവനും, മുത്തുമാലകളോട് കൂടിയ വക്ഷസിൽ ശോഭിക്കുന്ന കൗസ്തുഭ രത്നത്തോടു കൂടിയവനും 4 തൃക്കൈകളോട് കൂടിയവനുമായ വിഷ്ണു ഭഗവാനെ ഞാൻ ശിരസ്സുകൊണ്ട് നമിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമം ആയതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമമായതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ഇതിന്റെ പദങ്ങളൊന്ന് തിരിച്ച് നമുക്ക് നോക്കാം. ഛായായാം, ഛായായാം പാരിജാതസ്യ ഹേമ സിംഹാസനോപരി, ഹേമ സിംഹാസന ഉപരി, ഹേമസിംഹാസനോപരി ആസീനം അംബുദ ശ്യാമം, ആസീനമംബുദശ്യാമം ആയതാക്ഷം അലങ്കൃതം, ആയതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിത വക്ഷസം, ശ്രീവത്സാങ്കിത വക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം, രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ, സഹിതം കൃഷ്ണമാശ്രയേ. പാരിജാത വൃക്ഷത്തിന്റെ തണലിൽ സ്വർണ സിംഹാസനത്തിൽ രുക്മിണീ സത്യഭാമമാരോടുകൂടി, രുക്മിണിയോടും സത്യഭാമയോടും കൂടി ഇരിക്കുന്നവനും, മേഘത്തിന്റെ ശ്യാമനിറം കലർന്നവനും, ആ കാർമേഘത്തിന്റെ ആ നിറമുള്ളവനും, വിശാലമായ നേത്രങ്ങളോട് കൂടിയവനും, വിശാലമായ കണ്ണുകളുള്ളവനും, വിഭൂഷണങ്ങൾ ആഭരണങ്ങൾ അണിഞ്ഞവനും, ചന്ദ്രനോടൊത്ത മുഖമുള്ളവനും, ചന്ദ്രനെ പോലെ പ്രഭയുള്ള ആ മുഖം ഉള്ളവനും, മാറിടത്തിൽ ശോഭിക്കുന്ന ശ്രീവത്സം എന്ന അടയാളമുള്ളവനുമായ,
ശ്രീവത്സം കൊണ്ട് ശോഭിക്കുന്ന ആ വക്ഷസിനോട് കൂടിയവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. പാരിജാത വൃക്ഷത്തിന്റെ തണലിൽ സ്വർണ സിംഹാസനത്തിന്മേൽ രുക്മിണിയോടും സത്യഭാമയോടും കൂടി ഇരിക്കുന്നവനും കാർമേഘത്തിന്റെ നിറമുള്ളവനും വിശാലമായ കണ്ണുകൾ ഉള്ളവനും വിഭൂഷണങ്ങൾ അണിഞ്ഞവനും ചന്ദ്രനെ പോലെ പ്രഭയുള്ള മുഖം ഉള്ളവനും മാറിടത്തിൽ ശോഭിക്കുന്ന ശ്രീവത്സം എന്ന അടയാളമുള്ളവനുമായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നമുക്കതൊന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കാം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമമായതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ഇത്രയും കൊണ്ട് നമ്മളുടെ ധ്യാന ശ്ലോകങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് വിഷ്ണു സഹസ്രനാമം ആരംഭിക്കാം. അപ്പൊ നമുക്ക് ഈ ധ്യാന ശ്ലോകങ്ങൾ മുഴുവനായിട്ടൊന്ന് ചൊല്ലി നോക്കാം. ധ്യാനം ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണി വിലസത് സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്ഥസ്ഫടികമണിനിഭൈർമൗക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈഃ ആനന്ദേനഃ പുനീയാദരി നളിനഗദാ ശംഖപാണിർമുകുന്ദ ഭൂപാദൗ യസ്യ നാഭിർവിയദസുരനിലശ്ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാ ശിരോദ്യൗർമുഖമപി ദഹനോ യസ്യ വാസ്തേയമബ്ധി അന്തസ്ഥം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈഃ ചിത്രം രമ്യത്തെ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനൈ യോഗി ഹൃദ്ധ്യാനഗമ്യൗ വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ഡരീകായദാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമമായതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.